കഴിഞ്ഞ മാസം വരെ സീറോ ഇൻകം ഉള്ള ഒരാൾക്ക് അടുത്ത മാസത്തിൽ നെക്സ്റ്റ് മന്തിൽ ഈ മാസത്തിൽ 50,000 രൂപ കിട്ടുന്നു. അപ്പോൾ അതിനകത്ത് നാച്ചുറലി കുറച്ച് എക്സ്പെൻസിൽ ഡ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെയോ കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും. 20,000 മേ ബി 25,000 അല്ലെങ്കിൽ ഹോസ്റ്റലിൻ്റെ കാശ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ മേ ബി അവർക്കൊക്കെ ഒരു 50% അവരുടെ ഇൻകത്തിൻ്റെ ഒരു 50% വരെ അവർക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് വേറെ ലൈബിലിറ്റീസും ഉണ്ടാകത്തില്ല, വീട്ടിൽ ചിലപ്പോൾ ഈ പൈസ കൊടുക്കേണ്ട വരത്തില്ല, വേറെ ലോണോ ബാധ്യതകളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ അവരുടെ ആ ലിവിങ് എക്സ്പെൻസ് കഴിച്ചിട്ട് ബാക്കിയുള്ള മുഴുവൻ പൈസയും അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രാജുവലി അവർക്ക് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും കുറച്ച് സാലറി ഇൻക്രിമെൻറ്റ് വരുന്നു. അവർ ഇതുപോലെ തന്നെ ഒരു 50% ഓഫ് ദെയർ ഇൻകം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് പതുക്കെ ഫാമിലി ആയി വരുമ്പോൾ മാരേജ് കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വെൽത്ത് ഒരു 4-5 വർഷം ഇങ്ങനെ അങ്ങ് പോയതിന് ശേഷം അപ്പോൾ ആ ഒരു ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഹാബിറ്റ്, സേവ് ചെയ്യുന്നൊരു ഹാബിറ്റ്, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ഹാബിറ്റ് അത് അവർക്കുണ്ടാവും. 4-5 വർഷം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു നല്ലൊരു ലെവലിലോട്ട് എത്തിക്കഴിയും.